കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം 3-ാം ദിവസത്തിൽ സൂര്യോദയം ദർശിച്ച ശേഷമാണ് ഇന്നത്തെ ധ്യാനം ആരംഭിച്ചത്. ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് മടങ്ങും. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയും BJP അടക്കം നേരിടുന്നത്. ഇന്നിപ്പോൾ 3-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ധ്യാനം അവസാനിക്കുകയാണ്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കിക്കാണാം? പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 7-ാം ഘട്ടവും അവസാനത്തേതുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. സ്വപ്ന, പ്രധാനമന്ത്രിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി ധ്യാനം പൂർത്തിയാക്കി വാരണാസിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 45 മണിക്കൂറാണ് പ്രധാനമന്ത്രി ധ്യാനം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിവരെയെങ്കിലും ധ്യാനം തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി മടങ്ങും. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിക്കാണ് ധ്യാനം ആരംഭിച്ചത്. അതിനിടയിൽ തന്നെ അദ്ദേഹം ആ ധ്യാനത്തിന് പോകുന്നതിന് മുൻപേ തന്നെ ഭഗവതി അമ്മൻ കോവിലിൽ ദർശനം നടത്തി. അതിനുശേഷം വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിലടക്കം പ്രദക്ഷിണം നടത്തി, അവിടെ പ്രാർത്ഥിച്ചു. അതിന് തിരുവള്ളൂരിന് അർച്ചന നടത്തി. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ധ്യാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്നും രാവിലെ പ്രധാനമന്ത്രി സൂര്യോദയം കണ്ട് അതിനുശേഷമാണ്, പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഇപ്പോൾ ധ്യാനം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ധ്യാനവും ജപവുമായി പ്രധാനമന്ത്രി കാവി വസ്ത്രത്തിൽ രുദ്രാക്ഷം മാല കയ്യിലെടുത്ത് വിവേകാനന്ദൻ്റെ രൂപത്തിന് മുൻപിൽ പ്രത്യേകം സജ്ജീകരിച്ച പീഠത്തിലാണ് ഇരുന്ന് ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുന്ന സമയം ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ടെടുപ്പ് നടക്കുന്ന സമയം. ആ സമയത്ത് ഇത്തരത്തിലുള്ള ധ്യാനത്തിലൂടെ പ്രധാനമന്ത്രി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെയാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്നത്. കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ 2019 പ്രധാനമന്ത്രി കേദാർനാഥ് ഗുഹയിൽ ധ്യാനമിരുന്നു. അതും സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. അത് BJPക്ക് രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്തു. ഇത്തവണത്തെ ഇത്തരം നീക്കങ്ങളും ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായി, അതായത് മൗനമായിരിക്കുമ്പോഴും പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങൾ തെരഞ്ഞെടുപ്പിലാകെ തന്നെ സ്വാധീനിക്കുമെന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷത്തിനറിയാം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ ആ വിമർശനങ്ങൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിലൊന്നും തന്നെ ഇടപെടാൻ സന്നദ്ധമായില്ല എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരാളുടെ ധ്യാനത്തെയോ അത്തരത്തിൽ ഏകാന്തമായി ഇരിക്കുന്നതിനൊന്നും തന്നെ തടസ്സപ്പെടുത്താനാകില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. ഏതായാലും ശക്തമായ സുരക്ഷയിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം പോകുന്നു. SPGയുടെയും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ കന്യാകുമാരിയിൽ പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ സജീവമാണ്. കർശന നിയന്ത്രണങ്ങളോടെ മാത്രമാണ് ഈ വരുന്ന സാധാരണ ആളുകൾക്ക് പോലും ഇപ്പോൾ പ്രവേശനമുള്ളത്. പക്ഷേ ആളുകൾക്ക് മറ്റ്, അതായത് സൂര്യോദയമോ അതുപോലെ തന്നെ സൂര്യാസ്തമയോ തന്നെ ദർശിക്കുന്നതിനും കാര്യം കാണുന്നതിനും ഒന്നും തന്നെ നിയന്ത്രണങ്ങളൊന്നുമില്ല. പരിശോധനകളുണ്ട് എന്ന് മാത്രം. ഏതായാലും സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ PMO ഓഫീസിൻ്റെ ഭാഗത്ത് നടക്കം തന്നെ നൽകിയിരുന്നു. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ധ്യാനത്തിൽ തന്നെയാണ്. ആ ധ്യാനം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പരിസമാപ്തിയിലേക്ക് എത്തും. സ്വപ്ന.